അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലരെയും പേടിക്കുന്നവരാണ്. പല ആളുകളെയും പേടിക്കും. പല രൂപത്തിലാണ് പല ആളുകൾക്കും പേടി. അതായത് മാതാപിതാക്കളെ മക്കൾ പേടിക്കുന്നവരുണ്ട്, മക്കളെ മാതാപിതാക്കൾ പേടിക്കുന്നവരുണ്ട്, ഭാര്യയെ ഭർത്താവ് പേടിക്കുന്ന ഭർത്താവുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവിനെ പേടിയുള്ള ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെ പേടിക്കുന്നവരുണ്ട്, അയൽവാസികളെ പേടിക്കുന്നവരുണ്ട്, ജോലി സ്ഥലത്തുള്ള ബോസിനെ പേടിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളെ പേടിയായിരിക്കും, ചില അധ്യാപകരെ പേടിയായിരിക്കും. ഇങ്ങനെ തുടങ്ങിയ പല വിധത്തിലാണ് പല ആളുകൾക്കും പേടിയുള്ളത്. പല മേഖലകളിലെ പല ആളുകളെയും അതുപോലെ തന്നെ പല മേഖലകളിലും പേടിയുണ്ടാകും. ഇത് കേൾക്കുന്ന പേടിയില്ലാത്ത ആളുകൾക്ക് ചിരി വരുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ പേടിയുള്ള ആളുകളുണ്ടോ, പേടിത്തൊണ്ടന്മാർ ഉണ്ടോ, ഭീരുക്കളുണ്ടോ എന്നൊക്കെ. പേടി ഉള്ള ആളുകളുടെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പേടിയില്ലാത്തവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പേടി, ഭയം ഇതൊക്കെയും ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ഉണ്ടാകുന്ന കാര്യമാണ്. പേടിയില്ലാത്ത ആളുകൾ, ഭയമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ബുദ്ധിയില്ല എന്ന് തന്നെ പറയാം. അതായത് ഒരു വിഷമുള്ള പാമ്പ് നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ പേടിയില്ലാതെ ഭയമില്ലാതെ അവിടെ നിന്ന് കൊടുത്താൽ നമ്മുടെ ജീവൻ വരെ നഷ്ടമായേക്കാം. അപ്പോൾ പേടിയില്ലാത്ത ആളുകൾ എന്തു ചെയ്യും? അവിടെ നിൽക്കും. അതിനർത്ഥം അവർക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യർക്കും പേടി, ഭയം ഇതൊക്കെയും ഉണ്ടാകും. അപ്പോൾ പേടി എന്നുള്ളത് പല വിധത്തിലാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഭരണകർത്താക്കളെ പേടിയാണ്. അത് കാരണം നമ്മുടെ ജോലി നഷ്ടമാകും, അല്ലെങ്കിൽ അവർ നമ്മെ ജയിലിലടക്കും, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ അവർ നഷ്ടപ്പെടുത്തും. അവർ അത് നമുക്ക് തരില്ല, നമ്മുടെ അപേക്ഷകളെല്ലാം അവർ നിരസിക്കും. ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഭരണകർത്താക്കളെ പേടിയാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾക്ക് ഭരണകർത്താക്കളെ എന്നല്ല മറ്റുള്ള ആരെയും, ഏത് വ്യക്തിയെയും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക? ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ മഹത്വമേറിയ ഒരു ഇസ്മുണ്ട്. ഇത് നിങ്ങൾ വെറും 12 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പേടിയും മാറും. മാത്രമല്ല നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ടാകും. എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ത് തന്നെ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു ധൈര്യമുണ്ടാകും. അത് നേടിയെടുക്കാനുള്ളൊരു മനക്കരുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കാവലുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പരാജയപ്പെടില്ല. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയാണല്ലോ. അതുകൊണ്ട് അവൻ്റെ കാവൽ നമുക്ക് ലഭിക്കും. ഈ ഒരു ഇസ്മ നിങ്ങൾ 12 പ്രാവശ്യം ചൊല്ലിയാൽ. നിങ്ങൾക്കൊരു വ്യക്തിയെ പേടിയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ആക്രമിക്കും. നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാൻ കഴിയില്ല. മാത്രമല്ല ആ വ്യക്തി കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടും, മറ്റു ഒരുപാട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും, നിങ്ങളുടെ സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെടും. എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഇസ്മ നിങ്ങൾ 12 പ്രാവശ്യം ചൊല്ലുക. അത് ഇനി ഒരു സ്ഥാപനമാണ് നിങ്ങൾക്ക് പേടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകളിലാണ് നിങ്ങൾക്ക് പേടിയെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇസ്മ 12 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഇനി ഭർത്താവ് മദ്യപിച്ചൊക്കെ വീട്ടിൽ വന്നാൽ ഭാര്യയെ വഴക്ക് പറയുക, അടിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യ എന്തു ചെയ്യുക? ആ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു ഇസ്മ 12 പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ കാവൽ ആ ഭാര്യയ്ക്ക് ലഭിക്കും. പിന്നീട് ഭർത്താവിനെ ഒരു ചുക്കും ഭാര്യയെ ചെയ്യാൻ സാധിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ കാവലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിൻ്റെ സ്വഭാവം മാറും. ഭർത്താവിന് ഈ ഭാര്യയോടൊരു ദയ തോന്നും. ഭർത്താവ് ഈ ഭാര്യയെ ആക്രമിക്കില്ല. അവിടെ ഒരു ഉപദ്രവം വരെ ഇല്ലാതെയാകും. ഭർത്താവിന് ഭാര്യയോടുള്ള ദേഷ്യമെല്ലാം പോയി
ഭർത്താവിന് ഭാര്യയോട് വലിയ സ്നേഹമാകും. അവിടെ ഒരു ആക്രമണം, ഒരു ഉപദ്രവം ഇല്ലാതെയാകും. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണെങ്കിലും, ഇനിയൊരു വ്യക്തിക്ക് ഒരു അയൽവാസിയെ പേടിയാണെങ്കിലും, അല്ലെങ്കിൽ അവൻ്റെ ബോസിനെ പേടിയാണെങ്കിലും, ഒരു സ്കൂൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പേടിയാണെങ്കിലും, ഇങ്ങനെ തുടങ്ങിയ ആരെ തന്നെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ, ആ പേടിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ഈ ഇസ്മ 12 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള എല്ലാ പേടിയും മാറിപ്പോകും. ആ പേടി നിങ്ങളുടെ കൽബിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും. അതോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏത് ശത്രുവിൻ്റെ മുമ്പിലും നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് പരാജയപ്പെടില്ല. നിങ്ങൾക്ക് അള്ളാഹു വിജയം മാത്രമേ നൽകുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കൽബിൽ ധൈര്യം കിട്ടാൻ, ശത്രുവിൻ്റെ മുമ്പിൽ നമുക്ക് വിജയം ലഭിക്കാൻ നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ. ഈ ഒരു ഇസ്മാണ് നിങ്ങൾ ശത്രുവിൻ്റെ മുമ്പിൽ നിന്നും വെറും 12 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഇനി നിങ്ങൾ ഒരു കുടുക്കിൽപ്പെട്ടുപോയി, വലിയൊരു ആപത്തിൽപ്പെട്ടുപോയി, അതായത് ഒരു കള്ളക്കേസിൽ, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്ത ഒരു ചെറിയ തെറ്റിൻ്റെ കാരണത്തിൽ നിങ്ങൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കുടുങ്ങിപ്പോയി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഗൾഫിൽ ജോലിക്ക് പോയി. എന്നാൽ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞ ശമ്പളമോ ജോലിയോ ഒന്നുമല്ല അവിടെ ചെന്നപ്പോൾ. കടുത്ത ജോലി, അതിശക്തമായ കഠിനമായ ജോലിയാണ്, ചെയ്തു തീർക്കാൻ പറ്റാത്ത, ശരീരം തളർന്നു പോകുന്ന, ഒരുപാട് മണിക്കൂർ ചെയ്യേണ്ട ജോലിയാണ്. ഉറക്കം പോലും കിട്ടുന്നില്ല. മാത്രമല്ല ശമ്പളം വളരെ കുറവ്. എന്നാലോ അവിടെ നിന്നും, ആ ജോലിയിൽ നിന്നും പുറത്തിറങ്ങി നാട്ടിലേക്ക് പോരാൻ പറ്റാത്തൊരു അവസ്ഥ. അറബിയുടെ കീഴിൽ അവിടെ കുടുങ്ങിപ്പോയി. എന്നാൽ ആ കുടുക്കിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാകാൻ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വിവാഹം കഴിച്ചയച്ച വീട്ടിലൊക്കെ അവരുടെ ഭർത്താവ് കാരണം, അമ്മായിയമ്മ കാരണം, അല്ലെങ്കിൽ നാത്തൂന്മാർ കാരണം, അമ്മശാങ്ക കാരണം, ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് ആ വീട്ടിൽ പെട്ടുപോയി സമാധാനമില്ലാതെ കണ്ണീരോടുകൂടി ജീവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഒരു സമാധാനവും കൊടുക്കാതെ ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത്, അവരുടെ വസ്ത്രമെല്ലാം അലക്കി കൊടുത്ത്, വീട്ടിലുള്ള മറ്റു എല്ലാ ജോലികളും ചെയ്ത്, മാത്രമല്ല അതിനു പുറമെ ഒരുപാട് കുത്തുവാക്കുകൾ, മാതാപിതാക്കളെയും കുടുംബത്തിനെയുമൊക്കെ ചീത്ത വിളിച്ച്, സഹിക്കാൻ പോലും പറ്റാത്ത മോശവാക്കുകൾ പറഞ്ഞ്, മാസങ്ങളായിട്ടും വീട്ടിലേക്ക് നിൽക്കാൻ പോലും അയക്കാത്ത, ഒരു സമാധാനവും കിട്ടാതെ കണ്ണീരോടുകൂടി എത്രയോ സഹോദരിമാർ അവരെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അമ്മായിമ്മമാരുടെ ആ കെണിയിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കാൻ, അതുപോലെ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുപോകുന്ന ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മ, ഈ യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 206 പ്രാവശ്യം ചൊല്ലിയാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, കുടുക്കുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്കൊരു മോചനം ലഭിക്കും. ഈ ഒരു ഇസ്മ നിങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ മക്കൾ ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ചൊല്ലിയാലും മതി. എന്നാലും ആ മക്കൾ രക്ഷപ്പെടും. അതായത് മറ്റൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചൊല്ലിയാലും മതി. അതായത് മക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ചൊല്ലാം. അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും കുടുക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ചൊല്ലാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വലിയ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ജയിലിൽ, അങ്ങനെ വലിയ കുടുക്കിൽ, ആപത്ത് മുസീബത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്
ഈ ഇസ്മ് നിങ്ങൾ യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന ഈ ഇസ്മ് നിങ്ങൾ 206 പ്രാവശ്യം എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം പതിവായി ചൊല്ലിയാൽ നിങ്ങൾ എത്ര വലിയ കുടുക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ആ കുടുക്കിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ജയിലിൽ അകപ്പെട്ടു പോയവരെ അല്ലാഹു സുബ്ഹാനഹു തആല ആ ജയിലിൽ നിന്നും മോചിതരാക്കും. മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തും. മാത്രമല്ല, നിങ്ങളുടെ ശത്രു ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വിജയിക്കില്ല. നിങ്ങളുടെ മുമ്പിൽ പരാജയം മാത്രമേ നിങ്ങളുടെ ശത്രുവിനുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശത്രുവിൽ നിന്നും നിങ്ങൾക്ക് ധൈര്യം ലഭിക്കാൻ, നിങ്ങളുടെ പേടി മാറിക്കിട്ടാൻ, നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് 12 പ്രാവശ്യം യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന് ചൊല്ലുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും വലിയ കുടുക്കിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആപത്ത് മുസീബത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 206 പ്രാവശ്യം യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ എന്ന് ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി, റബ്ബിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തും. ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകട്ടെ. എല്ലാ ശത്രുക്കളിൽ നിന്നും, നാക്കേറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, സിഹറിൽ നിന്നും, മറ്റ് ആപത്ത് മുസീബത്തുകളിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.